വിശദാംശങ്ങളുമായി സവാദ് മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സവാദ്, ആരും ഇതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പ്രതികരിക്കേണ്ട, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, വിജയം ഉറപ്പാകട്ടെ, എന്നിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നൊക്കെയാണ് മുതിർന്ന നേതാക്കൾ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതും ഈ ചർച്ചകൾ. അല്ല, എല്ലാ വിവാദങ്ങളും ഒഴിവാക്കണം എന്നുള്ള ഒറ്റ വാചകമാണ് എന്നെ പറ്റി എല്ലാം പറയാം. നേതാക്കൾ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതും ഈ ചർച്ചകൾക്ക് ഒരു തൽക്കാലം ഒന്ന് ശാന്തി വരുത്താൻ ശ്രമിച്ചതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ 24 സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം കേരള മുഖ്യമന്ത്രി ആരാണെന്നുള്ള രീതിയിൽ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ എന്നൊക്കെയുള്ളതാണ് ചർച്ചകൾ മൊത്തം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതോ ഒരു പ്രസ് മീറ്റിൽ വന്നിട്ട് ഒരുത്തം വന്നിട്ട് എന്തോ ഒരു വിവരക്കേട് വിളിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന KC വേണുഗോപാൽ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ ജനങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആരാണ് താല്പര്യം? വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ഈ പറയുന്ന KC വേണുഗോപാലോ? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഇത് കാണുന്ന ഓരോ വ്യക്തികളും ഈ 3 പേരുടെ കൂട്ടത്തിൽ ആരാണ് യോഗ്യത ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ഇട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും ഈ പറയുന്ന വി ഡി സതീശന്റെ പേര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഞാൻ പറയാൻ അറിയാലോ. വി ഡി സതീശനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തത്. അത് ഭയങ്കര ചർച്ചാ വിഷയമായി. വി ഡിക്ക് കിട്ടാത്ത ട്രോളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലത്തെ സൈബർ അറ്റാക്ക് ആയിരുന്നു ആ ഒരു സമയത്ത്. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഇവിടെ വോട്ട് കുത്താൻ പോലും പോയിട്ടില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാത്തതിന്റെ പേരില്ല വോട്ട് പോലും കുത്താൻ പോകാത്ത സ്ത്രീകളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹരിപ്പാട് മണ്ഡലത്തിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം. കോൺഗ്രസ്സുകാരിയായിരിക്കുന്ന സ്ത്രീ, ഒരു ആൻറ്റി, ഈ പറഞ്ഞ UDF വോട്ട് കുത്താൻ പോയില്ല, രാഹുലിന് ഇവർ സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ എത്ര സ്ഥലത്തുണ്ടായി കാണും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. നിങ്ങൾ പറ, ഈ 3 വ്യക്തികളുടെ കൂട്ടത്തിൽ ജനങ്ങളോട് ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതുവരെ എന്താ പറയണ്ടേ, വോട്ട് എണ്ണീട്ടില്ല. ആർക്കാണ് ഭരണമെന്ന് പോലും അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നത് കോൺഗ്രസിനാണെന്ന് പറയുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം. അല്ല, ഇവിടെ ഇരുന്ന് മനക്കണക്ക് കൂട്ടിയിട്ട് ഒന്നും കാര്യമില്ല. കോൺഗ്രസ് 100 സീറ്റ് പിടിക്കും, 90 പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ എനിക്കൊന്നും അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. എനിക്കിത് കണ്ടാലേ എനിക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. ഉള്ള കാര്യം പറയാലോ. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല. BJP വോട്ട് പിടിച്ചാലോ നല്ല രീതിയിൽ BJP ഇപ്പോൾ കോൺഗ്രസ്സുകാർ കൂടുതലും BJP പോകുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റിൽ നിന്ന് കോൺഗ്രസ്സിലോട്ട് വരുന്നുണ്ട്. BJP എത്ര വോട്ട് പിടിക്കും നമുക്ക് കണ്ടറിയാം. അപ്പോൾ റിസൾട്ട് വന്നാലേ എനിക്ക് വല്ലതും പറയാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും എല്ലാവർക്കും കോൺഫിഡൻസ് ആണ് ആര് മുഖ്യമന്ത്രി ആവും എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണോ? മറ്റുള്ളവർ ഇത് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. വയനാട്ടിൽ വീട് വെച്ച് കൊടുത്ത വിഷയം നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. വയനാട്ടിൽ വീട് വെച്ച് കൊടുത്ത വിഷയം അതിപ്പോൾ കണ്ടോ, അതിൻ്റെ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ TV വരുന്നുണ്ട്. അങ്ങനെ പണി പോലും പൂർത്തിയാവാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസിൻ്റെ മറ്റേതും മറിച്ചതൊക്കെ സംസാരിക്കുന്ന ആണമില്ലെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആ സുധാകരനെ കണ്ട് പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന സുധാകരൻ രമേശ് ചെന്നിത്തല സപ്പോർട്ട് ചെയ്ത്, പിന്നെ വി ഡി സതീശനെ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതൊക്കെ എന്തെങ്കിലും വരുമ്പോൾ എടുത്ത് പോസ്റ്റ് ഇടാൻ കുറേ ആൾക്കാർ. എനിക്ക് ഇതിനോട് ഒരു യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം റിസൾട്ട് വരട്ടെ. ഓക്കെ, പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. അഭിപ്രായം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. നിങ്ങൾ ആര് വേണം, അഥവാ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും റിസൾട്ട് വന്നിട്ടില്ല. എന്തായാലും ഈ 3 പേരുടെ കൂട്ടത്തിൽ ആരാണ് മെച്ചമെന്ന് നിങ്ങളൊന്ന് തുറന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. പിന്നെ പ്രായത്തിന് മൂത്തതും പക്വതയും അത്യാവശ്യ കാര്യങ്ങളും ഇടപെട്ടതും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല. പക്ഷേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വി ഡി സതീശൻ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ മൊത്തം അത്യാവശ്യം അറിയാവുന്നൊരു വ്യക്തിയാണ് KC വേണുഗോപാൽ. അങ്ങനെ KC വേണുഗോപാൽ വേണമെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പറ. ഈ മുഖ്യമന്ത്രി പട്ടം എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത് പക്വതയുള്ള ഒരാൾക്ക് വേണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടുകാരുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഉള്ളൊരു മന്ത്രി വേണം. അതിപ്പോൾ കോൺഗ്രസിന് കിട്ടിയാൽ മാത്രം. റിസൾട്ട് വന്നിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ സുധാകരൻ തുടക്കമെടുത്തു. പിന്നാലെ യുവ നേതാക്കൾ ഓരോരുത്തരായി KC വേണുഗോപാലിനെ വിളിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. എന്താണ് ഈ പുറപ്പാടിന്റെ ലക്ഷ്യം? ഷാനി, 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ സമയം മുതൽ ഒരുപക്ഷെ UDF വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ള പാർട്ടിയുടെ ഇന്റേണൽ അസസ്മെന്റ് ഏതാണ്ട് പുറത്തു വന്ന ആ സമയം മുതൽ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് മുഖ്യമന്ത്രിയാകാനുള്ള ലോബിയും ഈ അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളും ആരംഭിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നേരിട്ട് ഫോണിൽ വിളിച്ചുകൊണ്ട് 3 പേരും ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഘടകകക്ഷി നേതാക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, MP-മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള നടപടികൾ ഇവർ ആരംഭിക്കുന്നുണ്ട്. ചില പരസ്യ പ്രസ്താവനകൾ ആദ്യം വന്നെങ്കിൽ പിന്നീട് അത് പൂർണ്ണമായും വിലക്കപ്പെട്ടു. പക്ഷേ അതിനുശേഷം ആ ഇന്റേണലായി തുടങ്ങിയിട്ടുള്ള ആ ഒരു അധികാര പടങ്ങളിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് വരുന്നത് കഴിഞ്ഞ 24 മണിക്കൂർ വരെ. അതിന്റെ ഒരു കാരണം വന്നത് മലയാളത്തിലെ ഒരു ചാനൽ ആരാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ ഒരു അവതാരകൻ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ അർഹതയില്ല, യോഗ്യതയില്ല, ആ യോഗ്യതയും അർഹതയും ഇത്തവണ വി ഡി സതീശനാണ് എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തി. സ്വാഭാവികമായി ചർച്ചകളിൽ ഉയരുന്ന ഒരു അഭിപ്രായ പ്രകടനം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു അവതാരക അഭിപ്രായ പ്രകടനം എന്ന് മാത്രമേ അതിൽ കാണേണ്ടതുള്ളൂ. എന്നാൽ അത് ഒരു അവസരമായി കണ്ടുകൊണ്ട് KC വേണുഗോപാലെ പിന്തുണച്ച് നേതാക്കൾ കൂട്ടത്തോടെ വരിയായി നിന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതാണ് പിന്നീട് നമുക്ക് കാണുന്നത്. ആദ്യം വലിയ ഉത്തരവാദിത്തമില്ലാത്ത ചില യുവ നേതാക്കളാണ് ഈ പ്രസ്താവന തുടങ്ങിയത്, ഇത്തരത്തിലുള്ള പ്രതികരണം തുടങ്ങിയത്. പിന്നീട് അത് റോജി എം ജോണും സന്ദീപ് വാര്യരും രമ്യ ഹരിദാസും അലോഷ്യസ്
സേവിയറും ബിനു ചുള്ളിയും അങ്ങനെ സ്ഥാനാർത്ഥികളോ ആയിട്ടുള്ളവരും അതുപോലെ കെ സിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പോസ്റ്റ് വന്നു. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ വളരെ പച്ചക്കായി തന്നെ മുഖ്യമന്ത്രിയായി വരേണ്ടത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകേണ്ടത് വി.ഡി. സതീശൻ കെ സി വേണുഗോപാലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കെ സി വേണുഗോപാലിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ എല്ലാവരും കൂടെ ചാടിക്കയറി അങ്ങ് തുള്ളാൻ തുടങ്ങിയത്. ഒന്ന് ആലോചിക്കുക, മുതിർന്ന ഒരു നേതാവാണ് ഈ പറയുന്ന സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എന്തിനാണ് ഈ പോസ്റ്റ് ഇടാൻ പോയത്? ഇതൊക്കെ മറ്റുള്ളവർക്ക് ആഘോഷിക്കാൻ ഒരു വക ഉണ്ടാക്കി കൊടുക്കുകയല്ലേ മറ്റുള്ള പാർട്ടിക്കാർക്ക്. ഈ ഒരു സമയത്ത് ഇത് വേണോ? ഞാനിത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് കാണുന്ന പ്രേക്ഷകരോട്. നിങ്ങൾ പറ. ഞാൻ അഭിപ്രായം പറഞ്ഞാൽ അത് വേറെ രീതിയിലാവും. ഇതെല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. അവർ തീരുമാനിക്കട്ടെ. ഇതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യം. ഇതാണ് കോൺഗ്രസ്സുകാർക്ക് തമ്മിലടിയാന്ന് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പേരുദോഷമുണ്ട്. പുള്ളി RSS ആണ്, അതാണ് മറ്റേതാണ് മറിച്ചതാണെന്നും പറഞ്ഞിട്ട് അങ്ങൊരിതുണ്ട്. പുള്ളി ഇത് കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ടങ്ങ് പോകും, ഇങ്ങോട്ടങ്ങ് ചാടും എന്നൊക്കെ കുറേ എണ്ണം അങ്ങ് പറയും. എന്ന് പറയുന്ന പോലെ കോൺഗ്രസിന്റെ തമ്മിലടി, ഇതിനേക്കാളും തമ്മിലടി പറയുന്ന BJP-കാരുണ്ട് പേരുദോഷം. ഇതിനെക്കാട്ടിലും BJP-ക്കും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതും കൊട്ടുഘോഷിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, മറക്കരുത് ഈ 3 പേരുടെ കൂട്ടത്തിൽ പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി നിങ്ങൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആഭ്യന്തരമായിട്ടുള്ള ഈ വടംവലികൾക്കും അധികാര ലോബിയിങ്ങിനും അപ്പുറത്തേക്ക് ഒരു പൊതുജന അഭിപ്രായം തങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു എന്ന് ഭയന്ന് അത് വഴിതിരിച്ചു വിടാനുള്ള കെ സി വിഭാഗത്തിന്റെ ഒരു നീക്കമാണോ ഈ തുടർച്ചയായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സമൂഹമാധ്യമ പോസ്റ്റുകൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരു കാരണമായി ഈ അവതാരകന്റെ ഈ ചാനലിന്റെ ചർച്ചയെ അപ്പോൾ പക്ഷേ വി.ഡി. സതീശൻ അനുകൂലിക്കുന്ന പക്ഷവും വെറുതെ ഇരിക്കുന്നല്ലോ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അണികൾ വി.ഡി. സതീശന് വേണ്ടി കെ സുധാകരന്റെ പോസ്റ്റ് അടിയിൽ പോയി തർക്കിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെയൊക്കെ ചാനലുകളിലൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ ഈ കമന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷം മാത്രമാണോ? എല്ലാവരും രംഗത്ത് ഇറങ്ങി. തീർച്ചയായും നമുക്കറിയാം ഈ മുഖ്യമന്ത്രിക്കായുള്ള ഈ പോരാട്ടത്തിൽ വി.ഡി. സതീശന്റെ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് വലിയ പിന്തുണയില്ലായിരിക്കാം. പക്ഷേ പാർട്ടിക്ക് പുറത്ത് സാധാരണ അണികളിൽ, അത് കോൺഗ്രസ് അണികളാകും, UDF അണികളാകും, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള UDF അണികളാകും, അതല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാകും. ഇവർക്കിടയിൽ വി.ഡി. സതീശന് ഒരു പിന്തുണയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ തന്നെ ചാനലിന്റെ ഒരു സർവേകളിൽ നമുക്കത് വ്യക്തമാണ്. കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് UDF നിലയിൽ കോൺഗ്രസിൽ നിന്ന് വി.ഡി. സതീശന്റെ. അപ്പോൾ സതീശൻ അറിയാം അത്തരത്തിലുള്ള ഒരു പിന്തുണ തനിക്കുണ്ട്. അപ്പോൾ ആ പിന്തുണയെ ഉയർത്തിക്കൊണ്ടുവരിക, അതിനെ ഒന്നുകൂടി ശക്തമായി സമൂഹമാധ്യമങ്ങളിൽ പുറത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുകൂലിച്ചു വരുന്ന കെ സി വേണുഗോപാൽ അനുകൂലിച്ചു വരുന്ന എല്ലാ പോസ്റ്റുകൾക്കുള്ളിലും വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ വി.ഡി. സതീശൻ ലഭിക്കുന്നുണ്ട്. അത് പോസ്റ്റ് മൊത്തം പറയുന്ന വി.ഡി. സതീശനാണ്. കാരണം പുള്ളിക്കാരനാണ് ഇറങ്ങി ഗ്രൗണ്ടിൽ കളിച്ചത് എന്നൊക്കെ ഒരുപാട് സംസാരം വരുന്നുണ്ട്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ചെന്നിത്തല വന്ന് പറഞ്ഞതിന്റെ മറുപടി എന്തായാലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒന്ന് കേട്ട് നോക്ക്. നല്ല സുഹൃത്താണ്. അല്ല, ഏതായാലും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിവാദങ്ങൾ വേണ്ട. ഇത് അതിൻ്റെതായ രീതികളുണ്ട് കോൺഗ്രസിൽ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമാണുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വിദേശങ്ങളിൽ നിന്നുകൊണ്ട് ധാരാളം സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങൾ നടത്തുന്നത് അതൊക്കെ നല്ല കാര്യമാണ്. അതിനൊക്കെ ഞാൻ അഭിനന്ദിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമാണ്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ആ മെഷീൻ സേഫ് കസ്റ്റഡിയിലാണ്. അത് പൊട്ടിച്ചിട്ടില്ല, എണ്ണിയിട്ടില്ല. 4-ാം തീയതി മാത്രമേ വോട്ട് എണ്ണി തുടങ്ങുള്ളൂ. ആ വോട്ട് എണ്ണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് അതൊരു അർത്ഥമില്ല. ഞാനേതായാലും ഈ വിവാദത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലും ആർക്കും അനുകൂലമായിട്ടോ എനിക്ക് അനുകൂലമായിട്ടോ മറ്റുള്ളവർക്കെതിരായിട്ടോ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിന് ഒരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പുള്ളിയുടെ നിലപാട് കറക്റ്റായിട്ട് പറഞ്ഞു. ഇതാ വേണ്ടത് നേതാവായാല. ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചർച്ചയ്ക്കാതിരുന്ന എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറയുക, കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ എന്താ അയാൾക്ക് കുഴപ്പം. ഇപ്പോൾ എന്താ പറയണ്ടേ, കെ സി വേണുഗോപാലിൻ്റെ പേരെടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് കെ സി ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ വരുമ്പോൾ, സമൂഹത്തിലോട്ട് വരുമ്പോൾ നെഗറ്റീവാണ് വരുന്നത്. ഫുൾ നെഗറ്റീവാണ് വരുന്നത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, രമേശ് ചെന്നിത്തല പറയുന്ന ബാക്കി കൂടെ വെക്കാം. അല്ല, അത്തരം വിവാദങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അല്ല, ഈ 2 വ്യക്തിയുടെ പേര് പറയേണ്ട എന്താ പറയാ, ഇവരെല്ലാവരെക്കാളും അത്യാവശ്യം പക്വതയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല എന്താ പുള്ളി എത്ര മോശം പുള്ളി ആൾ കൊള്ളാം. എനിക്കറിയാം പുള്ളി പേഴ്സണലി, എനിക്ക് നല്ല രീതിയിൽ അറിയാം പുള്ളി ആൾ കൊള്ളാം. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ.
പേര് പറയുമ്പോൾ ഈ പുള്ളിയുടെ കൂടെ പറയണം. ഇപ്പോൾ എന്തായാലും 3 പേരെ വെച്ച് ചർച്ച ചെയ്യുവാണെങ്കിൽ പുള്ളിയുടെ പേരും കൂടെ മെയിനായിട്ട് പറയണം. ആദ്യം പുള്ളിയുടെ പേരാണ് പറയേണ്ടത്. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട്, ജനങ്ങളുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നുണ്ട്, നമുക്കറിയാം, നല്ല രീതിയിൽ അറിയാം അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങൾ ആരുണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ, ഞാനടക്കം ആരുണ്ടാക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു വിവാദത്തിനും ഒരു പ്രസക്തിയുമില്ല. അത് ജനങ്ങൾക്കും അത് പ്രവർത്തകർക്കും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവര് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും. അതെല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം. അല്ല, എല്ലാ വിവാദങ്ങളും ഒഴിവാക്കണം എന്നുള്ള ഒറ്റ വാചകമാണ് അതിനെപ്പറ്റി എല്ലാം പറയാം. സുധാകരൻ നല്ല സുഹൃത്താണ്. ഇലക്ഷൻ തുടങ്ങിയ സമയത്താണെങ്കിലും സുധാകരന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞാണല്ലോ. ഇത്രയും പ്രായമായില്ലേ സുധാകരൻ ചേട്ടാ, അന്ന് മാറി നിന്നുകൂടെ? അവര് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക, ഇനിയെങ്കിലും വേണ്ട ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക. അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് പുള്ളി ഓക്കെയും പറഞ്ഞു. ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് സപ്പോർട്ടും ചെയ്തൊരു വ്യക്തിയാണ്. രമേശ് ചെന്നിത്തല പുള്ളിയും സപ്പോർട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതിപ്പം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. എന്തായാലും ഇദ്ദേഹം വന്നിട്ട് പക്വതയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അതിന് കൈയടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനിയെങ്കിലും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോവുക, നമ്മുടെ നാടിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത്ര ഞാൻ പറയുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ. ലൈക്കും ഷെയറും സബ്ബൊക്കെ കൊണ്ട് കൊടുക്കുക. ബൈ ബൈ.